പിന്നെ മറ്റു പ്രധാനപ്പെട്ട ഒരു വാർത്ത, പടയപ്പയുടെ മുന്നിൽപ്പെട്ടു, തേയിലത്തോട്ടത്തിൽ ചാടി രക്ഷപ്പെട്ട സഞ്ചാരികൾ. നമ്മുടെ പടയപ്പ സീനാണ്. അപ്പോൾ മറയൂർ മൂന്നാർ റോഡിൽ തലയാറിൽ വിനോദസഞ്ചാരികളെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന പടയപ്പ, 2 പേര് തേയിലത്തോട്ടത്തിലേക്ക് ചാടി രക്ഷപ്പെടുന്നതാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത്. കണ്ടോ? അതിന് വിഷ്വൽ കിട്ടിയിരുന്നെങ്കിൽ എക്സ്ക്ലൂസീവായിട്ട് വിടാമായിരുന്നു. മറയൂർ മൂന്നാർ റോഡിൽ പടയപ്പ ആക്രമിക്കാൻ ശ്രമിച്ചതിനെ തുടർന്ന് വിനോദസഞ്ചാരികൾ തേയിലത്തോട്ടത്തിൽ ചാടി രക്ഷപ്പെട്ടു. തലയാർ കടുകുമുടി ജംഗ്ഷനിൽ തിങ്കളാഴ്ച രാത്രി 7:40 സംഭവം. ഇന്ന് ബുധനായാലോ, അപ്പൊ അത് എക്സ്ക്ലൂസീവായിട്ടൊന്നും കൊടുക്കാൻ പറ്റില്ല. 2 ദിവസം കഴിഞ്ഞ വാർത്തയാണ്. എന്നിട്ട് എന്താണ് മനോരമ ഇപ്പൊ റിപ്പോർട്ട് ചെയ്യുന്നത്? കഷ്ടമുണ്ട്. എന്നാലും ആനകളുടെ ഈ ഓട്ടമൊക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ആനകൾ ഇങ്ങനെ ആക്രമിക്കാൻ വരുന്നതൊക്കെ അല്ലെ, ജനങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇഷ്ടം എന്നല്ല, ഇങ്ങനെ കണ്ടിരിക്കും. ഇഷ്ടം എന്നല്ല, ആനകളോടുള്ള ഇഷ്ടം അറിയാം. ആനകൾ ഇങ്ങനെ നിർത്തി ഉത്സവത്തിനും മറ്റൊക്കെ ഇങ്ങനെ ഒറ്റ നിപ്പിൽ ചങ്ങലിട്ട് നിർത്തിയിട്ടൊക്കെ ആസ്വദിക്കുന്ന ജനങ്ങളെ, ആ ജനപ്രതിനിധികളെയൊക്കെ ഇങ്ങനെ ആനകൾ ഓടിക്കാന്നൊക്കെ പറഞ്ഞാൽ അതും മനുഷ്യർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആനകളെ ചുമ്മാ നിർത്താനും ആനകൾ ഓടാനൊക്കെ ആൾക്ക് ഭയങ്കര ഇഷ്ടം. ആനകളെ ഭയങ്കര ഇഷ്ടം. അതെ, ആന എന്ന് പറഞ്ഞാൽ മതി. സന്ദീപ് വാര്യർ പറഞ്ഞ പോലെ ആന, കടല്, പിന്നെ മോഹൻലാല, പിന്നെ മുരളീധരൻ, ഇവരൊന്നും കണ്ടാൽ മടുക്കൂലെന്ന്. ഞാനിപ്പോൾ ആനാന്ന് പറഞ്ഞതാ. അപ്പോൾ ഇതുപോലെയാണ് സാഹചര്യങ്ങൾ. എന്തായാലും സൂക്ഷിക്കുക. ഈ ഒരു മൂന്നാർ മറയൂരൊക്കെ പോകുന്നവർ സൂക്ഷിക്കുക, രാത്രി കാലങ്ങൾ പ്രത്യേകിച്ചു. കാരണം പടയപ്പയുടെ വിളയാട്ടുണ്ട് അവിടെ അല്ലെ. പടയപ്പ നിസ്സാരക്കാരനല്ല. പടയപ്പ ആരാണെന്ന് അറിയാലോ അല്ലെ, രജനികാന്ത് അല്ല, ഇത് വേറെ പടയപ്പയാ. അതെ അതെ അതെ.